വേടന്റെ ഞാൻ ഭൂമിയിൽ വാഴുന്ന ഇടം എന്ന് പറയുന്ന ആ ഒരു പാട്ടിൽ അല്ലെങ്കിൽ ആ ഒരു കവിതയിൽ കുറെ നല്ല വരികളുണ്ട്. ശ്രീലങ്കയിലെയും അതേപോലെ തന്നെ പാലസ്തീനിലെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ ഒരു കവിതയിൽ പറയുന്നുണ്ട്. അതിൽ തന്നെ വേടന്റെ ഒരു വരിയാണ് ആസിഫയിൽ അരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അത് നമുക്കറിയാം, BJP-യിലുള്ള തന്തയില്ലാത്തവന്മാർ ഒരു ക്ഷേത്രത്തിലിട്ടൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ അതിനെപ്പറ്റിയാണ് വേടൻ ആ കവിതയിൽ പറയുന്നത്. വേടന്റെ ഓരോ കവിതകളിലും ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് ആശയങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ പിന്നിൽ നമ്മൾ അറിയാത്ത ഒരുപാട് അടിച്ചമർത്തലുകളുണ്ട്. അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാത്ത ഈ പറയുന്ന നായിന്റെ മക്കളൊക്കെയാണ് വേടനെ വിമർശിക്കാൻ വരുന്നത്. നമുക്ക് പോലും ഇരുന്ന് വായിച്ചാൽ അല്ലെ കേട്ടാൽ മനസ്സിലാവാത്ത കാര്യങ്ങളാണ് 10ാം ക്ലാസ് വരെ പോലും പോകാത്തൊരു വ്യക്തി അവൻ എഴുതി ഒരു കവിതാ രൂപേണ, ഒരു റാപ്പ് രൂപേണ നമ്മുടെ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് പാടിക്കൊണ്ടിരിക്കുന്നത്. ആ പാടുന്ന ഒരു പാട്ടിനെ മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം തന്നെയാണ് വേടന്റെ പാട്ടിനെയും സർവകലാശാല സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളല്ല എന്ന് പറഞ്ഞിട്ടും വേടന്റെ പാട്ട്, കഞ്ചാവോളിയുടെ പാട്ട് എന്തുകൊണ്ട് സർവകലാശാല